ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, നമസ്കാരം. ഇന്ന് ദർശനമാലയിലെ 2-ാം അധ്യായമായ അപവാദ ദർശനത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നു. ശ്ലോകം: ഏകസ്യൈവാസ്തി സത്താ ചേത് അന്യസ്യാസൗ ക്വ വിദ്യതേ സത്യസ്ത്യാത്മാശ്രയോ യദ്യപ്യസതി സ്യാദസംഭവാ. അന്വയം: ഏകസ്യ സത്താ അസ്തി ചേത് അന്യസ്യ സത്താ ക്വ വിദ്യതേ യദി സതി അന്യസ്യ സത്താ ഭവതി ചേത് തസ്മിൻ ആത്മാശ്രയ ഭവതി. ഇദം അസംഭവ ഭവതി. അർത്ഥം: കാരണം, കാര്യം എന്നീ രണ്ടുള്ളതിൽ ഒന്ന് സത്ത ഉള്ളതാണെങ്കിൽ മറ്റേതെങ്ങനെ സത്തയുള്ളതാകും? രണ്ടും സത്തയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആത്മാശ്രയദോഷം ഭവിക്കും. അത് അസംഭവവുമാണ്. അതായത്, ബ്രഹ്മവും പ്രപഞ്ചവും എന്നീ രണ്ടുള്ളതിൽ ബ്രഹ്മമാണ് യഥാർത്ഥത്തിൽ ഉള്ള വസ്തു എങ്കിൽ പിന്നെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എവിടെ? പ്രപഞ്ചവും ബ്രഹ്മവും കാര്യകാരണങ്ങളായി പറയപ്പെടുമ്പോൾ, അതായത് പ്രപഞ്ചം കാര്യവും ബ്രഹ്മം അതിൻ്റെ കാരണവസ്തുവും ആകുമ്പോൾ ബ്രഹ്മത്തിന് മാത്രമേ സത്ത ഉണ്ടാകാൻ പാടുള്ളൂ. ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായ കാര്യമായ പ്രപഞ്ചത്തിന് സത്ത ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണത്തിന്, സ്വർണമാലയിൽ മാലയ്ക്ക് കാരണമായ സ്വർണത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. മാല എന്ന കാര്യം സ്വർണം ഉണ്ടാക്കിയ ഒരു രൂപം മാത്രമാണ്. മാല ഉരുക്കി അതേ സ്വർണം കൊണ്ട് വളയുണ്ടാക്കിയാൽ മാല എന്ന രൂപം അപ്രത്യക്ഷമാകും. ആ സ്ഥാനത്ത് വള എന്ന രൂപം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ മാലയ്ക്കും വളയ്ക്കും കാരണമായ സ്വർണത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് അപ്പോഴും ഇപ്പോഴും ഉണ്ട്. മാലയും വളയും യഥാർത്ഥ വസ്തുക്കളല്ല. അവ സ്വർണത്തിൽ പ്രകടമായ കേവലമായ നാമരൂപങ്ങളാണ്. വേറെ ഒരു ഉദാഹരണം പറയാം. രാമൻ നായർ ഒരു കഥകളി നടനാണ്. അയാൾ ദുര്യോധനൻ്റെ വേഷത്തിൽ അരങ്ങത്ത് വന്നപ്പോൾ പ്രേക്ഷകർ അയാളെ ചൂണ്ടി അതാ ദുര്യോധനൻ എന്ന് പറഞ്ഞു. അയാൾ മറ്റൊരു കഥയിൽ കൃഷ്ണൻ്റെ വേഷത്തിൽ അരങ്ങത്ത് വന്നപ്പോൾ പ്രേക്ഷകർ അയാളെ ചൂണ്ടി അതാ കൃഷ്ണൻ എന്നും പറഞ്ഞു. ഇവിടെ ദുര്യോധനനും കൃഷ്ണനും ആയത് രാമൻ നായർ കെട്ടിയ വേഷങ്ങളാണ്. അതല്ലാതെ രാമൻ നായർ ദുര്യോധനനോ കൃഷ്ണനോ ആയി പുനർജനിച്ചിട്ടില്ല. അരങ്ങത്ത് കണ്ട ദുര്യോധനനും കൃഷ്ണനും യഥാർത്ഥവും അല്ല. ഇതുപോലെ നാം പ്രപഞ്ചം എന്ന പേരിൽ ഈ കാണുന്നതെല്ലാം ബ്രഹ്മത്തിൽ പ്രകടമാകുന്ന നാമരൂപങ്ങൾ മാത്രമാണ്. സദാ മാറിക്കൊണ്ടിരിക്കുന്ന ഇവ ഒന്നും ശാശ്വതമല്ല. അതിനാൽ സത്താരഹിതവും ആണ്. ഈ നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്ന നിത്യവും സത്യവുമായ ബ്രഹ്മത്തിന് മാത്രമേ സത്തയുള്ളൂ. അതാണ് ഒന്നിന് സത്തയുള്ളപ്പോൾ മറ്റൊന്നിന് സത്തയില്ല എന്ന് പറഞ്ഞത്. സത്തായ ബ്രഹ്മത്തിൽ പ്രപഞ്ചവും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആത്മാശ്രയദോഷം സംഭവിക്കും. അതായത് ബ്രഹ്മം പോലെ തന്നെ പ്രപഞ്ചവും ഉള്ളതാണ് എന്ന് പറയുന്നത് യുക്തിരഹിതമാണ്. സർവത്ര നിറഞ്ഞതും അതല്ലാതെ മറ്റൊന്ന് ഇല്ലാത്തതും ആയ വസ്തു എന്നതാണ് ബ്രഹ്മസങ്കല്പം. അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ മറ്റൊന്ന് ഉള്ളതായി സങ്കല്പിക്കുന്നത് യുക്തിഹീനമാണ്. ബ്രഹ്മത്തോടൊപ്പം പ്രപഞ്ചവും ഉണ്ട് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് മേൽ പറഞ്ഞ സർവവ്യാപി എന്ന ഗുണം നഷ്ടപ്പെടും. അതുപോലെ ബ്രഹ്മത്തിൽ തന്നെ പ്രപഞ്ചവും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മാശ്രയ ദോഷവുമാകും. അത് മുൻ പറഞ്ഞ ഉദാഹരണത്തിൽ കഥകളി നടനായ രാമൻ നായരിൽ
ദുര്യോധനനും കൃഷ്ണനും ഉണ്ടെന്ന് പറയുന്നത് പോലെയോ, അഥവാ കയറിനെ അജ്ഞാനവശാൽ സർപ്പരൂപത്തിൽ കണ്ടതിൽ ആ കയറിൽ ഒരു സർപ്പം കൂടി ഉണ്ട് എന്ന് പറയുന്നത് പോലെയോ അസംബന്ധവുമാണ്. നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം കേവലം മനസ്സിൻ്റെ സങ്കല്പത്തിൽ ഉണ്ടായതും നിലനിൽക്കുന്നതുമാണ്. സങ്കല്പം എന്നത് യഥാർത്ഥമല്ല. സങ്കല്പം മാറുന്നതനുസരിച്ച് സങ്കല്പിതമായ നാമരൂപങ്ങളും മാറും. സങ്കല്പ വികല്പങ്ങളെല്ലാം ത്യജിച്ച് മനസ്സ് ആത്മാവിൽ ലയിക്കുമ്പോൾ ഈ ദൃശ്യപ്രപഞ്ചവും അസ്തമിക്കും. നിത്യവസ്തുവായ ആത്മാവ് അഥവാ ബ്രഹ്മം മാത്രം അവശേഷിക്കും. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.